മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നോമ്പിലെ ഒരു ആഴ്ച കൂടി, ഒരു വെള്ളിയാഴ്ച കൂടി നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളോടെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ബലിവേദിയിൽ അണഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനം ആഗ്രഹിച്ച് നമ്മൾ ഈ ദേവാലയത്തിൽ അണഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വിചിന്തനത്തിന് വിഷയമാക്കുന്നത് നമ്മളിന്ന് വായിച്ചു കേട്ട ഹെബ്രായ ലേഖനത്തിൽ നിന്നുള്ള തിരുവചന ഭാഗങ്ങളാണ്. 9-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ. ഈ ഹെബ്രായ ലേഖനം എന്ന് പറയുന്നത് യഹൂദരിൽ നിന്നും പീഡനങ്ങൾ അനുഭവിച്ച ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ഇതിലെ വാചകങ്ങൾ യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ട് അവർ തുടർന്നു പോന്ന ചില പാരമ്പര്യങ്ങളിലൂടെ, അവരനുഷ്ഠിച്ചു പോന്ന ചില ആചാരങ്ങളിലൂടെ ദൈവത്തിൻ്റെ മനസ്സ്, ഈശോയുടെ സവിശേഷത കൃത്യമായി പറഞ്ഞു കൊടുക്കാനായി ഈ ലേഖനകർത്താവ് ആഗ്രഹിക്കുകയാണ്. അതെന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ചും മഹത്വീകരണത്തെക്കുറിച്ചുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം യഹൂദർക്ക് ഒരു ദൈവം മനുഷ്യനായി അവതരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു കാര്യമാണ്, ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാഥാർത്ഥ്യം, ഈശോ ദൈവപുത്രനാണെന്നും ഈശോയുടെ സഹനങ്ങൾക്ക് വലിയ മൂല്യമുണ്ടെന്നും അതിലൂടെ ഉത്ഥാനം സംഭവിച്ച് സ്വർഗത്തിലേക്ക് മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവമാണ് ക്രിസ്തു എന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ലേഖനകർത്താവിൻ്റെ ഉദ്ദേശമായിരുന്നത് കൊണ്ട് തന്നെയാണ് പഴയ നിയമ പാരമ്പര്യങ്ങളിലൂടെ വളരെ കൃത്യമായി ഈ സത്യം അവിടെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ തിരുവചനത്തിൽ പ്രത്യേകമായിട്ട് ശ്രവിച്ച ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. അത് പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ സമർപ്പിക്കാനായിരുന്നില്ല, മറിച്ച് കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ ജീവിതത്തിൻ്റെ വലിയ സവിശേഷതയാണ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. പ്രധാന പുരോഹിതന്മാർ ആടുമാടുകളുടെയും അതുപോലെ തന്നെ മറ്റ് ജന്തുജീവജാലങ്ങളുടെയും രക്തമെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കാനായി കടന്നുപോയിരുന്നു. അത് പഴയ നിയമ പാരമ്പര്യത്തിൽ നമ്മൾ വായിച്ചു പോകുന്നൊരു സത്യമാണ്. എന്നാൽ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തു വന്നത് പല പ്രാവശ്യം ഈ ബലിയർപ്പിക്കാനായിരുന്നില്ല, മറിച്ച് തൻ്റെ ശരീരത്തിൽ പാടുപീഡകളേറ്റ് ചോര ചിന്തി തൻ്റെ ജീവിതവും ജീവനും കൊടുത്ത് രക്ഷിച്ചവരാണ്, അല്ലെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ഇപ്രകാരം ബലിയർപ്പിക്കപ്പെട്ടത് എന്ന് ഇന്ന് തിരുവചനത്തിലൂടെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ഒരു തിരുവചന ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വളരെ പ്രത്യേകമായ വിധത്തിൽ എപ്രകാരം സമർപ്പിക്കണമെന്ന് ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് അത്ഭുതങ്ങൾ കാണണോ? നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അടയാളങ്ങൾ നിനക്ക് ദർശിക്കണമോ എങ്കിൽ നീ ചെയ്യേണ്ടത് പാപപരിഹാരാർത്ഥം മറ്റ് ബലികൾ അർപ്പിക്കുകയല്ല, വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധമായ സഹനങ്ങളിലൂടെ നിന്റെ ജീവിതത്തെ ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോഴാണ് ഈ മഹത്വീകൃതമായ അനുഭവം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾക്ക് ഒത്തിരി വിലയുണ്ടെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മറ്റൊരാളുടെ സഹനങ്ങളുടെ പൂർത്തീകരണമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ തന്നെയും ഒരു ദൈവമായിരുന്നിട്ടും ഒരു മനുഷ്യനായി അവതരിച്ച് തൻ്റെ ജീവിതത്തിൽ പാടുപീഡകളേറ്റ് അപമാനങ്ങളേറ്റ് ഒത്തിരി വേദനയോടെ തൻ്റെ ശരീരവും തൻ്റെ ജീവനും കുരിശിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഈ രക്ഷയുടെ അനുഭവം നമുക്ക് പങ്കുവച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും
നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലിയിടങ്ങളിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ, വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഞാനും നിങ്ങളും പുലർത്തേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ചാണ് കൃത്യമായി തിരുവചനം പറഞ്ഞു വയ്ക്കുന്നത്. അതെങ്ങനെയാണ്? അത് എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ സമർപ്പിച്ചിട്ടാണ്, എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ സമർപ്പിച്ചുകൊണ്ടാണ്, എൻ്റെ ജീവിതത്തിൻ്റെ പാടുപീടുകളും അപമാനങ്ങളാകുന്ന കുരിശുകളും സമർപ്പിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മുടെ ജോലിയിടങ്ങളിൽ നമ്മളൊരു മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വ്യതിരിക്തങ്ങളായ മേഖലകളിൽ വലിയ സൗഖ്യാനുഭവം നമ്മൾ നേടണമെങ്കിൽ ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. എൻ്റെ ഇടവകയിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ, എൻ്റെ സന്യാസ ജീവിതത്തിൽ, എൻ്റെ സന്യാസ ഭവനത്തിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സഹനങ്ങളെ കർത്താവിൻ്റെ പാടുപീഡകളോട് ചേർത്ത് സമർപ്പിക്കണമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ഈ തിരുബലി നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ പറയേണ്ടത്. മറിച്ച് കർത്താവെ, എനിക്ക് അങ്ങ് അനുവദിക്കുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് അത് ദൈവമഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ എന്നെ ഉപകരണമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടെ ജീവിച്ചിരുന്നവനായിരുന്നു ജോബ്. ഒരുപാട് മക്കളുണ്ടായിരുന്നു, ആടുമാടുകളുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, സുഖ സൗകര്യങ്ങളുണ്ടായിരുന്നു. അതിനിടയിൽ പോലും ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചവനായിരുന്നു ജോബ്. എന്നാൽ അപ്രതീക്ഷിതമായി വലിയൊരു സംഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ, തൻ്റെ ആടുമാടുകൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോയപ്പോൾ, തൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഐശ്വര്യവും അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ പതറുകയല്ല ചെയ്തത്. അവൻ മറിച്ച് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ചാക്കുടുത്ത് ചാരം പൂശി മുട്ടുകുത്തി ഇപ്രകാരം പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കൂട്ടിച്ചേർത്തു, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി വന്നു, ഞാൻ നഗ്നനായി തന്നെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകും. അതുകൊണ്ട് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വിശുദ്ധ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള സഹനങ്ങളെ സന്തോഷത്തോടെ തമ്പുരാന്റെ കരങ്ങളിൽ കൊടുക്കാൻ, ജീവിതത്തിന്റെ ദുഃഖഭാരങ്ങൾക്കിടയിൽ തളർന്നു പോകാതെ, കരഞ്ഞിരിക്കാതെ, വേദനിക്കാതെ അതെല്ലാം ഈശോ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 41-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എന്തെന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വേദനകളിൽ തമ്പുരാന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും വലിയ രക്ഷയുടെ അനുഭവം നമ്മളെ കാത്തിരിക്കുന്നു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 41-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വളരെ മനോഹരമായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ പൂർവ്വപിതാവായിട്ടുള്ള ജോസഫാണ്. യാക്കോബിന്റെ 12 മക്കളിൽ ഏറ്റവും ഇളയവനായ ഇവൻ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമുള്ളൊരു വ്യക്തിയായിരുന്നു. തൻ്റെ മാതാപിതാക്കളെ ഓർത്ത്, സഹോദരങ്ങളെ കുറിച്ചോർത്ത് അഭിമാനവും സന്തോഷമുണ്ടായിരുന്നൊരു മകനായിരുന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിന്ന് പോലും വേദനകൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ, അടിമകൾക്ക് വിറ്റപ്പോൾ, തൻ്റെ ശരീരത്തിൽ പാടുപീഡകൾ ഏൽക്കേണ്ടി വന്നപ്പോഴും ഇവൻ ദൈവാശ്രയ ബോധത്തിൽ നിന്ന് പുറകോട്ട് പോയില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം, ചരിത്രമാണ് അതിന് സാക്ഷി. എന്താണ് സംഭവിച്ചത്? അവൻ പിന്നീട് ഈജിപ്തിൻ്റെ അധിപനായി ഫറവോ അവനെ അവരോധിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായത്തിൽ നമ്മളിത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ഫറവോ ഇപ്രകാരം പറഞ്ഞു, തൻ്റെ വീടിൻ്റെ ഉടമസ്ഥനാണ് നീ, അധികാരത്തിൽ മാത്രമാണ് എനിക്ക് ഉന്നതസ്ഥാനമുള്ളൂ, ബാക്കി എല്ലാത്തിൻ്റെയും ഉടയവനും ഉടമസ്ഥനും നീ തന്നെയാണ്. നമ്മൾ ഓർക്കണം, മറ്റൊരു രാജ്യത്തിൽ മറ്റൊരു നാട്ടുകാരൻ ചെന്ന്
അവിടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ഈ ഒരു സംഭവം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് അസാധ്യമായൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ തിരുവചനത്തില് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മറിയം എന്ന് പറയുന്ന പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞാനൊരു പുരുഷനെ അറിയാതെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്? എങ്ങനെയാണ് ഞാനൊരു ദൈവത്തിൻ്റെ അമ്മയായി മാറുന്നത്? കേവലം മാനുഷികമായൊരു ചോദ്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദൂതൻ പരിശുദ്ധാത്മാവിന്റെ ഓർമ്മപ്പെടുത്തലോടുകൂടെ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനായിട്ട് കഴിയണം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അത് വിചാരിച്ച് ഈ സഹനം മാറ്റണമെന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറത്ത് അതിലൂടെ കരഗതമാകാൻ ദൈവം ആഗ്രഹിക്കുന്ന കൃപ എൻ്റെ ജീവിതത്തിൽ ചൊരിയണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ പാടുപീഡകളുടെ പുണ്യയോഗ്യതകളോട് ചേർത്ത് നമ്മൾ ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അവിടുത്തെ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കട്ടെ.